ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ. ബാക്കി കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തായാലും തിരക്ക് കാണും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയായിട്ട് ഇന്ന് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, ഇന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് നമ്മൾ കുറച്ച് പപ്പായയുടെ ഇല വെച്ചിട്ട് നമ്മുടെ കോഴികൾക്കൊക്കെ ചെറുതായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേനൽക്കാലത്താണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് കുറേ ആയി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു ജ്യൂസ് പരുവത്തിൽ നമ്മുടെ പപ്പായയുടെ ഇല ആക്കി എടുക്കാമെന്ന്, നമ്മുടെ കോഴികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പുറപ്പാടാട്ടോ. അപ്പോൾ നമ്മുടെ മുത്തുമോളാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അത്യാവശ്യം വലുപ്പത്തിലാട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് കോഴികളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇലയൊക്കെ നമുക്ക് പരമാവധി നമുക്ക് നമ്മുടെ വീട്ടിലോ ഒരു വീടിൻ്റെ അടുത്തൊക്കെ നമുക്ക് എന്താണ് നമ്മളെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇല ഉള്ളത് അത് കളക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അധികം ഇവിടെ ഉള്ളത് പപ്പായയും മുരിങ്ങയുടെ ഇലയാട്ടോ. പിന്നെ വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതാണുള്ളത്. പിന്നെ ഞാൻ മാക്സിമം അത് എനിക്ക് സമയം കിട്ടും പോലെ ഞാനത് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ ജ്യൂസൊക്കെ അടിച്ച് വന്നപ്പോൾ ഈ ഒരു പരുവത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും കൂടി നന്നായിട്ട് തന്നെ അരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് തീറ്റലൊക്കെ കൊടുക്കാം. എന്തായാലും ഇലയൊക്കെ ഒന്ന് ഒതുങ്ങിയതുകൊണ്ട് തന്നെ തീറ്റലൊക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ നമുക്ക് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി അരച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായയുടെ ഇലയൊക്കെ നന്നായി ജ്യൂസ് പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ കൊടുത്താൽ കഴിക്കാമെന്നറിയില്ല. നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ പപ്പായയുടെ ഇലയൊന്നും ഒരുപാടൊന്നും അവർക്ക് ഫുഡിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കോഴികൾക്കൊക്കെ ഇലവർഗ്ഗങ്ങളൊക്കെ അധികമായിട്ട് നമ്മൾ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുത്താൽ നല്ലതാണ്, അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ നമ്മുടെ തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റും മുട്ട ഉൽപ്പാദനമൊക്കെ കൂട്ടാനുള്ള ഇതാട്ടോ ഈ ഒരു പപ്പായയുടെ ഇല എന്ന് പറയുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ നമ്മൾ ജ്യൂസ് പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലാക്കി നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ കോഴികൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും പാത്രം കാണുമ്പോൾ തന്നെ ഓടി വരും. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവർക്ക് ഇത് വെച്ച് കൊടുത്ത് നോക്കാം, എന്താ സംഭവം കഴിക്കില്ല എന്നൊക്കെ നോക്കാം കേട്ടോ. ഇല തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ അവർ കഴിക്കാൻ മടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സമയമാണല്ലോ, നമ്മൾ കോഴികളെപ്പോഴും വെള്ളം കുടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്ക് ഇതേപോലെ ഒന്ന് അരച്ചൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചാൽ നന്നായിട്ട് തന്നെ അവർ നമ്മൾ രാവിലെ ആക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് തന്നെ അവർ ഏകദേശമൊക്കെ അവർ കഴിച്ച് വെള്ളം ഇറക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഒന്നാമത്. പിന്നെ ഞാൻ വിചാരിച്ച് നമ്മളെ വെറുതെ കളയണ്ടല്ലോ, നമ്മുടെ തീറ്റേൻ്റെ ഒപ്പരം കൊടുക്കാമെന്ന് വിചാരിച്ചു. തീറ്റേൻ്റെ ഒപ്പരം കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഈ തവിടുണ്ടായിരുന്നു. അപ്പോൾ തവിട് കുറച്ച് 2 കയ്യിലെടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തവിടും കുറച്ച് തീറ്റയും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ തീറ്റ എന്ന് പറയാൻ ഒരുപാട് തീറ്റയും തവിടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നമ്മൾ ജ്യൂസ് പോലെ ആക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പേരിന് മാത്രമേ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം എന്തായാലും അവർ കഴിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ കഴിക്കുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തീറ്റ കൊടുത്തില്ല. അപ്പോൾ ഒരുപാട് തീറ്റ തന്നെ ആയിപ്പോവല്ലോ. അപ്പോൾ അത് തന്നെ ഇലയാകുമ്പോൾ എന്താ പറയുക, ഇല മൊത്തത്തിൽ അവരെ വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി കൊണ്ടുവെക്കേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. നല്ല പോളിംഗ് ആയിരുന്നു കേട്ടോ എല്ലാവരും. അത്യാവശ്യം ആദ്യം നമ്മൾ ജ്യൂസ് തന്നെ കൊണ്ടുപോയി വെച്ചപ്പോൾ അത്ര വലിയ കഴിക്കാനൊന്നും വന്നില്ല. പക്ഷേ ഇവർ കുറച്ച് നമ്മുടെ തവിടും കൂടി മിക്സ് ആക്കി കൊടുത്തപ്പം നല്ല പോലെ തിന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് തീറ്റ ചിലവൊക്കെ കുറയ്ക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വേണമല്ലോ. അപ്പോൾ ഞാൻ കയ്യിലും കൂടി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കോഴികൾക്കൊക്കെ നമ്മളെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ, നമ്മളെടുത്ത് വരികയൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ തീറ്റയൊക്കെ നമ്മൾ കയ്യിലൊക്കെ വെച്ചെടുത്താൽ നമ്മളടുത്ത് വന്ന് കഴിക്കും കേട്ടോ, വലിയ പേടിയൊന്നുമില്ല.
അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മളെ കോഴികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കോഴിക്ക് തീറ്റ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് നമ്മളെ മുത്തുമോക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, നമ്മുടെ മുത്തുമോക്കും അങ്ങനെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാക്കുന്ന നമ്മൾ പപ്പായുടെ ഇല നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടാനുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ കോഴിയുടെ തീറ്റയിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. എന്ന് വെച്ചാൽ മുട്ട ഉൽപ്പാദനത്തിന് അതേപോലെ അവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ അത് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ പപ്പായുടെ ഇല നമ്മൾ ആ ഒരു ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മൾ അവരെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. എനിക്കിവിടെ അത്യാവശ്യം നന്നായിട്ട് കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചോറിൻ്റെ ഒപ്പരാണെങ്കിൽ തവിടിൻ്റെ ഒപ്പരാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയും നല്ലതാണ്. നമ്മൾ വെറുതെ കിട്ടുന്ന സാധനം അത്രയും നല്ലതാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം മുടക്കിയാലും വേണ്ടില്ല, നമുക്ക് അവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുക നല്ലത്. അപ്പോൾ അവർ പെട്ടെന്ന് വലിയതായാലല്ലേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ നമുക്കും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ അയച്ചു വിട്ട് വളർത്തുകൊണ്ട് തന്നെ നമ്മളെ കോഴികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അസുഖമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒരു മഴയായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറുതായിട്ട് നമ്മളെ കോഴികൾക്കൊക്കെ ചെറുതായിട്ട് കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, കുറുകലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം അതിനെന്തായാലും നമുക്ക് കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.